നൂരാജ്യം എന്ന 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിലെ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു കുതിരപ്പടയാളികളുടെ അകമ്പടിയിൽ കർത്തവ്യത്തിലെ പരേഡ് വേദിയിലെത്തും. രാഷ്ട്രപതി ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്യുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാവും. കർത്തവ്യപഥത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 77,000 പേർക്കാണ് ക്ഷണമുള്ളത്. നാരീശക്തിയാണ് ഇത്തവണത്തെ പരേഡിന്റെ ആശയം. സൈനിക പരേഡിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ടാബ്ലോകളും ഇതിന്റെ ഭാഗമാവും. കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിട്ടുള്ളത്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർക്കെ, റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടികൾ? ഒപ്പം സുരക്ഷ ഏത് തരത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തുന്നതോടെയാണ് ദേശീയ തലത്തിലുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുക. രാജ്യത്തിന്റെ നാരീ ശക്തി പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ്. ഈ പങ്കെടുക്കുന്നവരിൽ 80% വനിതകളാണ് എന്നതാണ് ഈ പ്രത്യേകത. വിവിധ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ പരേഡ് നയിക്കുന്നത് വനിതാ ഓഫീസർമാരാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈ കർത്തവ്യപഥത്തിൽ നടക്കുന്ന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിശിഷ്ട അതിഥിയാകും. പരേഡിൽ അണിനിരക്കുന്ന 90 അംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് പുറമെ ഫ്രാൻസിന്റെ 2 റഫാൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ആകാശത്ത് ഫ്ലൈ പാസ്റ്റും നടത്തുന്നുണ്ട്. ഇതുകൂടാതെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തവണത്തെ ഡൽഹി പോലീസിനെ നയിക്കുന്നത് മലയാളി കൂടിയും ആയിട്ടുള്ള തൃശൂർ ചാലക്കുടി സ്വദേശിനി, ഇപ്പോൾ അവർ ഡൽഹി നോർത്ത് ഡിസ്ട്രിക്ട് അഡീഷണൽ DCP ആണ്, ശ്വേത സുഗതൻ ആണ്. 147 അംഗ ഡൽഹി പോലീസ് സംഘത്തെയാണ് അവർ നയിക്കുക. CRPF സംഘത്തെ നയിക്കുന്നത് മലയാളിയാണെന്ന പ്രത്യേകതയുണ്ട്. മേഘ നായരാണ് ഈ സംഘത്തെ നയിക്കുന്നത്. നാവികസേനാ സംഘത്തിന്റെ മുൻനിരയിലെ 3 പ്ലാറ്റൂൺ കമാൻഡർമാരിൽ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ H ദേവികയും ഉണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിൽ 100 വനിതകൾ ചേർന്നൊരുക്കുന്ന ശംഖനാദത്തോടെയാണ് ഈ പരേഡ് ആരംഭിക്കുക. വിജയ് ചൗക്കിൽ നിന്ന് ആരംഭിക്കുന്ന പരേഡ് 5 കിലോമീറ്ററോളം സഞ്ചരിച്ച് നാഷണൽ മ്യൂസിയത്തിന്റെ പരിസരത്തായിരിക്കും അവസാനിക്കുന്നത്. കരസേനാ മേജർ സൗമ്യ ശുക്ല ദേശീയ പതാക ഉയർത്തുന്നതോടെയായിരിക്കും ഇത് തുടങ്ങുക. കരനാവിക വ്യോമസേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ആദ്യമായി ഒന്നിച്ച് പരേഡിൽ മാർച്ച് ചെയ്യും. നമ്മുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന ദൃശ്യങ്ങളും ഈ പരേഡിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതിൽ 90 ടാങ്ക്, നാഗ് മിസൈൽ, പിനാക്ക റോക്കറ്റ്, കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മധ്യദൂര മിസൈൽ, അങ്ങനെ രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിന്റെ അടയാളമായിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ പരേഡ് മാറാനായിട്ട് പോകുന്നത്. ശരി ആർക്കെ, രാജ്യം എന്ന 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. വിപുലമായ പരിപാടികളാണ് രാജ്യമെങ്ങും ഒരുക്കിയിട്ടുള്ളത്. രാഷ്ട്രപതി ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്യുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാവും. രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.